അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിമെൻറ്റ് പ്ലെയറായിട്ടുള്ള അംബുജ സിമെൻറ്റിൻ്റെ Q3 റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അദാനിയുടെ കീഴിലാണ് അംബുജ ഉള്ളത്. സോ നമ്മുടെ ഒരു സിമെൻറ്റ് സ്ട്രോങ് പ്ലെയർ കൂടിയാണ് അംബുജ. എന്താണ് ഈ Q3 റിസൾട്ട് പറഞ്ഞ് നോക്കാം. വോളിയം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ്. കൂടുതൽ ക്വാണ്ടിറ്റി അവർക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 10,277 കോടി രൂപയുടെ റവന്യൂ ആണ് 3 മാസം കൊണ്ട്, അതായത് സെപ്റ്റംബർ ടു ഡിസംബർ കാലയളവിൽ 2025 കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. 20% വർധനവാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടർ സെയിൽസുമായിട്ട് വർദ്ധിക്കുന്നുണ്ടാകുന്നത്. റെക്കോർഡ് സിമെൻറ്റ് സെയിൽസ് ആണ്, അതായത് 18.9 മില്യൺ മെട്രിക് ടൺ ആണ് അവർ വിറ്റിരിക്കുന്നത്. ഇതും 17% വർധനവാണ് കഴിഞ്ഞ പ്രാവശ്യമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ഇൻഡസ്ട്രി ആവറേജിൻ്റെ 2 ഇരട്ടിയാണ് അംബുജയുടെ സെയിൽസ് ആവറേജ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ Q3 ഇബിറ്റ 718 ആണ് വരുന്നത്, അതായത് 31% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇബിറ്റ 1353 കോടി രൂപയാണ്, അതും 53% വർധനവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത്. അതിന് പുറമെ മാർജിൻ 13.2%, അതായത് 2.9 ബേസിസ് പോയിൻ്റ് ഉയർച്ചയാണ് മാർജിനിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 258% വർധനവാണ്, അതായത് 378 കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് അംബുജ Q3 ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ട്രോങ് ഓപ്പറേഷണൽ ലെവറേജ് ആണ്. കോസ്റ്റ് വളരെ കുറക്കാൻ കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു. അത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് പറയാം. സോ നെറ്റ് വർത്ത് കമ്പനിക്ക് ഏകദേശം 69,854 കോടി രൂപയുടേതാണ്. ഏകദേശം 361 കോടി രൂപയുടെ വർധനവാണ് Q3 കമ്പനിക്ക് നെറ്റ് വർത്തിൽ ഉണ്ടായിരിക്കുന്നത്. കമ്പനി ഡെറ്റ് ഫ്രീ ആണ്. ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ക്രിസിലിൻ്റെ ഭാഗത്തു നിന്നും AAA റേറ്റിംഗ് ആണ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്, A1+ എന്ന് പറയാം. അതേസമയം ഓപ്പറേഷണൽ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 2.4 മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റി ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തം 109 MTA കപ്പാസിറ്റി ആയിട്ട്, മില്യൺ ടൺ ആനം കപ്പാസിറ്റി ആയിട്ട് കമ്പനിക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഏകദേശം 115 MTA ആണ് കമ്പനിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് 2026 അവസാനിക്കുമ്പോഴേക്കും എത്തും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. സോ ഈ ഒരു Q1 ഈ വർഷത്തെ 2027 Q1 ഒരു വാർസലഗഞ്ചിലെ ഏകദേശം ഒരു സിമെൻറ്റ് കപ്പാസിറ്റി, ഒരു സിമെൻറ്റ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. മാത്രമല്ല ACC ഓറിയൻ്റ്, ഇത് രണ്ടും കൂടി അംബുജയിൽ ലയിക്കാൻ പോവുകയാണ്. സോ പാൻ ഇന്ത്യ ബേസിൽ ഒറ്റ സിമെൻറ്റ് ബ്രാൻഡ് എന്ന രീതിയിലേക്ക് ഇവരെത്താൻ പോവുകയാണ്. അപ്പോൾ മൂന്നും കൂടി മിക്സ് ആകാൻ പോവുകയാണ്. വൺ സിമെൻറ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് മാറാൻ പോവുകയാണ്. അത് ക്യാപിറ്റൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും, കോസ്റ്റ് എഫിഷ്യൻസി കൂട്ടും, അതൊക്കെയാണ്. സോ കോസ്റ്റ് ലീഡർഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഫ്യൂവൽ കോസ്റ്റിൽ ഏകദേശം 6% കുറവ് വരുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പവർ കോസ്റ്റിൽ ഏകദേശം 15% കുറവ് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഗ്രീൻ പവർ ഷെയർ ഏകദേശം 36.9% കൂടിയിട്ടുണ്ട്. പ്രീമിയം സിമെൻറ്റ് ഷെയർ ഏകദേശം 35%. അംബുജ കവച്, അതുപോലെ തന്നെ ACCയുടെ ഗോൾഡ്